എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ തേർഡ് പാർട്ടി റിലേറ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ എന്താണ് സിറ്റുവേഷൻ, അവരുടെ ആക്ച്വലി നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് തേർഡ് പാർട്ടിക്കായിട്ട് എന്താണ് എന്ന് തന്നെ നോക്കാം. എവിടെയാണ് അവർ നിൽക്കുന്നതെന്ന് നമുക്കറിയണമല്ലോ. എന്താണ് അവരുടെ ചിന്തകൾ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ആൽഫബറ്റ്സ് വെച്ചിട്ട് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർ ഈ വീഡിയോ കാണുക കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായി റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. പേഴ്സണൽ റീഡിങ്ങും ജനറൽ റീഡിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും എന്ത് ചെയ്യണം? ന്യൂട്രലായിട്ട് നിന്ന് അത് ഒരുപാട് മനസ്സിലേക്ക് എടുക്കാതെ ഒരുപാട് സങ്കടപ്പെടുകയോ സന്തോഷിക്കുകയോ ചെയ്യാതെ വളരെ നോർമൽ എന്നുള്ള രീതിയിൽ ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം ഇത് എടുക്കുക. ഒരു ഗൈഡൻസ് ആയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബേസിസിൽ യാതൊരു ആക്ഷൻ എടുക്കുകയോ ഓവർവെൽംഡ് ആയിട്ട് എന്തെങ്കിലും ഭയങ്കര രൂക്ഷമായിട്ട് റിയാക്ട് ചെയ്യുക അങ്ങനെ ഒന്നും പാടില്ല. ഓക്കെ, കരയുക, സങ്കടപ്പെടുക അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. തുടങ്ങാം നമുക്ക്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്തോളൂ. പേഴ്സണൽ റീഡിംഗ് സാധിക്കാത്തവർ ചൊവ്വാഴ്ച 11 മണിക്ക് ലൈവ് ഞാൻ വരുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കൂ കേട്ടോ. ദയവായിട്ട് ഒരു കാര്യം കൂടിയുണ്ട്, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവായി നിങ്ങൾ വാട്സാപ്പ് നമ്പർ തന്നിരിക്കുന്നതിലേക്ക് വിളിക്കാതിരിക്കുക. മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ ചിലപ്പോൾ ഒരു റീഡിങ്ങിൻ്റെ ഇടയിലായിരിക്കും, അതിൻ്റെ ഇടയിൽ നിങ്ങൾ കോള് വരുമ്പോഴത്തേക്കും എനിക്കത് ഡിസ്ട്രപ്ഷനാണ്. ഞാൻ മൊബൈലിൽ നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് വരുന്നവരുടെ ഡീറ്റെയിൽസ് നോക്കുന്നത്. ഞാൻ അതിലേക്ക് ചിലപ്പോൾ റിപ്ലൈ ചെയ്യുമായിരിക്കും. അപ്പോൾ കോള് വരുമ്പോഴത്തേക്ക് അത് ഡിസ്ട്രപ്റ്റഡ് ആയിപ്പോൾ നിങ്ങളുടെ എനർജി അതിൽ മിക്സ് ആവും, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ കോൾസ് എടുക്കില്ല. കോൾസ് എന്നെ ചെയ്താൽ ഞാൻ എടുക്കില്ല. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ, നിങ്ങൾ എത്ര മെസ്സേജ് വേണമെങ്കിൽ ഇട്ടോളൂ. ഞാൻ സമയം പോലെ കേട്ടിട്ട് റിപ്ലൈ ചെയ്യും. ഞാൻ റിപ്ലൈ ചെയ്യും വരെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർക്കും കൂടി ഒരു കൺസിഡറേഷൻ കൊടുക്കുക കേട്ടോ. കാരണം ഒരുപാട് വിളിച്ച് നിങ്ങൾ ഇതാകുമ്പോഴത്തേ എനിക്ക് ഇറിറ്റേഷൻ ആവും, അജിറ്റേഷൻ ആവും, അത് മറ്റുള്ളവരുടെ റീഡിങ്ങിനെ ബാധിക്കും, മനസ്സിലായല്ലോ? അപ്പോൾ മറ്റുള്ളവർക്കും കൂടി വേണ്ടി ചിന്തിക്കുക. ഒന്ന് പേഷ്യൻസ് ആയിട്ട് സമാധാനമായിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പം തുടങ്ങട്ടെ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേര് ABCDEF തുടങ്ങിയ അക്ഷരങ്ങളിൽ തുടങ്ങുന്നതാണ്. അവരുടെ ഫീലിങ്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ തേർഡ് പാർട്ടിക്ക് വേണ്ടി? ആ തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം ABCDEF തുടങ്ങുന്നതാണ്. അവരുടെ തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് പറഞ്ഞു തരും. കുറച്ച് കാർഡ്സേ എടുക്കുള്ളൂ കേട്ടോ. ജസ്റ്റിസ്, ക്വീൻ ഓഫ് കപ്സ്. ക്ലാരിഫൈ ചെയ്യുമ്പോഴേ വിശദമായിട്ട് അറിയുള്ളേ. 2 of Wands, ടെമ്പറൻസ്, the Fool, Page of Pentacles, bottom of the deck വന്ന് 10 of Pentacles. ക്ലാരിഫൈ ചെയ്ത് പോവാം കേട്ടോ. ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്, ക്ലാരിഫൈ ജസ്റ്റിസ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സ് എൻ്റെ അവരുടെ തേർഡ് പാർട്ടിക്കായിട്ട് എന്താണ്? ആർക്കൊക്കെ ഏതൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ, ബാക്കി അങ്ങ് വിട്ട് കളയണേ. 6 of Pentacles, Knight of Pentacles and 10 of Swords. അവിടെ അവർ ന്യായപ്രകാരം അവരുടെ റിലേഷൻഷിപ്പിൽ എന്താണോ പ്രവർത്തിക്കേണ്ടത് അത് മാത്രം പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അതായത് ഇവരുടെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ സ്പൗസ് അങ്ങനെയൊക്കെ ആണെങ്കിൽ
അവരെ ഫൈനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ പേഴ്സണ് ഉണ്ട്. ഓക്കെ, അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഫൈനാൻസ് കൊടുത്ത് പൈസ കൊടുത്ത് സഹായിക്കേണ്ട അവരുടെ വീട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ന്യായപ്രകാരം എന്താണോ അവർ ചെയ്യേണ്ടത് അത് അവരവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ തമ്മിലുള്ള എനർജി എന്ന് പറയുന്നത് വളരെ സ്ലോയിങ് ഡൗണിലാണ്, വളരെ പതുക്കെ ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ വേദന ലൈക്ക് പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. അവിടെ ഇമോഷണൽ കണക്ഷൻ കാണുന്നില്ല, അതാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇമോഷണൽ കണക്ഷൻ അല്ല അവിടെ കാണുന്നത്, അവിടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. ഓക്കെ, അവർക്ക് വേണ്ടതെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യാറുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. ഓക്കെ, അവരുടെ ലൈഫ് കംഫർട്ടബിൾ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പൈസ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെയുള്ളവർ തമ്മിലുള്ള ഇമോഷണൽ എനർജി പറഞ്ഞത് വളരെ കുറവായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവർ രണ്ടുപേരും തന്നെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരുന്ന് പോവാണ് അവിടെ എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, പെന്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവൻ, കന്നി, മകരം, ലിബ്ര, ജമന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ലിബ്ര, തുല രാശി. ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് കപ്സ്. ഇവിടെ പോസിറ്റീവോ നെഗറ്റീവോ എന്ത് വന്നാലും ന്യൂട്രലായി മാത്രം ഇരുന്ന് കാണുക കേട്ടോ. ഹെയറോഫന്റ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, കുറച്ച് ഇരുട്ട്, അതാണ് ഒന്നുകൂടെ എടുത്ത് നോക്കുന്നത് കേട്ടോ. ടവർ, ബോട്ടം ഓഫ് ദി ഡെക്ക് ടവർ ആയിരുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി ഇവരുടെ സ്പൗസ് തന്നെയാണ്. കാരണം ഹെയറോഫൻറ്റിൻ്റെ കാർഡാണ് അവിടെ വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് എടുത്തുചാട്ടം, ഇമ്പൾസീവ് ആക്ഷൻസ്, കരച്ചിൽ, ഓക്കെ, വഴക്ക്, ഇമോഷണൽ കൈമാറ്റങ്ങൾ, ഓക്കെ, ദേഷ്യം, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുക, ഇതെല്ലാം ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും പുറമേക്ക് കാണുന്നവർക്ക് ഇവർ ഐഡിയൽ കപ്പിളായിരിക്കും. എന്ന് വെച്ചാൽ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം ഉള്ളിൽ അടക്കി വെച്ചിട്ട് പുറമേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നമില്ലാത്ത പോലെ ഇവർ ജീവിക്കും. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വളരെയധികം, സൊസൈറ്റിക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടിയിട്ട്, മറ്റു ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഇവർ പുറമേക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്നുണ്ടാവും. ഉള്ളിൽ ഒരു അകൽച്ചയാണ്, ടവർ മൂവ്മെൻ്റ് ആണ് അവിടെ. ഇമോഷണലി അവിടെ ഒരു സെപ്പറേഷനാണ് ഇവർ തമ്മിൽ കാണുന്നത്. പക്ഷേ ഇവർ ഒന്നിച്ച് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ, ഫാമിലിയുടെ കൂടെ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. ഇത് ഇവരുടെ സ്പൗസുമാണ് കേട്ടോ. പക്ഷേ അവിടെ ഒരു ഇമോഷണൽ കൈമാറ്റം ഒന്നും കാണുന്നില്ല. ഇമോഷണലി ടവർ മൂവ്മെൻ്റ് ആണ് അവിടെ കാണുന്നത്. രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ലാരിഫൈ ടു ഓഫ് വാൻസ്, ക്ലാരിഫൈ ടു ഓഫ് വാൻസ്. അവിടെ നിങ്ങളുടെ പ്രസൻസ് ഓൾറെഡി കാണുന്നുണ്ട്. കാരണം ജഗ്ലിങ്ങിൽ നിൽക്കുന്നതായിട്ട്, കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടി. ക്ലാരിഫൈ ടു ഓഫ് വാൻസ്. അവിടെ 10 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ് ആൻഡ് ക്വീൻ ഓഫ് സ്വാർഡ്സ്. അവിടെ ഫാമിലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ മിക്കവാറും ജോലി ചെയ്യുന്നതൊക്കെ കുറച്ച് ദൂരെ ആയിരിക്കും. ഇവരുടെ ഫാമിലിയെ വിട്ട് ഇവർ കുറച്ച് ദൂരെ ജോലി ചെയ്യുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഇവർക്ക് ഇവരുടെ പാർട്ടിയെ കുറച്ച് പേടിയുമാണ്. ഫാമിലിയിൽ നിന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഫാമിലിക്ക് വേണ്ടി, ഫാമിലി പ്രൊട്ടക്ഷന് വേണ്ടി ഇവർ ജോലി ചെയ്യുന്നുമുണ്ട്, വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. ഇവർ ഒരുമിച്ചാണെങ്കിൽ തേർഡ് പാർട്ടി ആരായാലും ആ തേർഡ് പാർട്ടി ഇവരെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് കുറച്ച് പേടിയാണ് തേർഡ് പാർട്ടിയെ, അവരെ എതിർത്ത് പറയാനൊക്കെ ഇവർക്ക് പേടിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഒക്കെ ആണെങ്കിലും നിങ്ങളെ ഓർക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രസൻസ് 2 ഓഫ് വാൻസിൽ കാണുന്നു. ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ടും കാണുന്നത്, ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് ഫാമിലിക്ക് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇവരുടെ ആ തേർഡ് പാർട്ടി ആ പ്രൊട്ടക്ഷൻ ഡിമാൻഡ് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്തോളണം എന്നുള്ള രീതിയിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരത് ചെയ്യാറുമുണ്ട്. ഓക്കെ, എന്നാലും അവിടെയും ഒരു ഒറ്റപ്പെടൽ, എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്യലാണ് അവിടെയും കാണുന്നത്. ഒരു ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ് അവിടെയും കാണുന്നില്ല. ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ഈ തേർഡ് പാർട്ടി വളരെ കറക്റ്റായിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കാറുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്, ക്ലാരിഫൈ ടെമ്പറൻസ്.
ദ സ്റ്റാർ, ലവേഴ്സ് ആൻഡ് 10 of cups. ഇവിടെ അവർക്ക് അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓക്കെ, എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് അവിടെ പോയിക്കൊണ്ട്. ഈ രണ്ട് ഞാനിത് പറഞ്ഞില്ല അല്ലെ, രാശികൾ പറഞ്ഞില്ല, ഇതും കൂടെ പറഞ്ഞിട്ട് രാശികൾ ഒരുമിച്ച് പറയാം കേട്ടോ. ഇവിടെ അതായത് ടെമ്പറൻസ് വന്നവിടെ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവരും ഇവരുടെ തേർഡ് പാർട്ടിയും ഫാമിലി, വൈഫ്, കുട്ടികൾ എന്നൊക്കെ തന്നെയാണ് കാണുന്നത്. അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ബാലൻസ് ആണ്. അവിടെ അവർ ഫാമിലിയെ വിട്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അവിടെ ഫാമിലി തന്നെയാണ് തേർഡ് പാർട്ടി കേട്ടോ. അവിടെ ഒരു കപ്പിളായിട്ട് തന്നെയാണ് കാണുന്നത്. അവിടെ അല്ലാതെ പാരൻസ് അങ്ങനെയൊന്നുമല്ല, കപ്പിളായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. അവിടെ അവർ തമ്മിൽ ഒരു ഈക്വൽ ബാലൻസിലാണ്. ഇവർ ഈ സ്പൗസ് അവരുടെ ഒരു ലക്കി ചാമാണെന്നൊക്കെ തന്നെ അവർ വിചാരിക്കുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവർ അവിടെ തീരുമാനിക്കുന്നത് കേട്ടോ. അവിടെ തേർഡ് പാർട്ടിക്ക് വെയിറ്റേജ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഈ കേസിൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ജമുനൈ, മിഥുന രാശി, അക്വേറിയസ്, കുംഭരാശി, സാജിറ്റേറിയസ്, ധനുരാശി. ടെമ്പറൻസ് സാജിറ്റേറിയസ് ആണ്, ധനുരാശിയാണ് കേട്ടോ. അതിന് മുന്നേ ഉള്ള ടവർ വന്നത് അവിടെ ടോറസ്, ഇടവ രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇവിടെ ഫാമിലിക്ക് ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പറഞ്ഞില്ലേ, അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. അതേപോലെ ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, ഇനി ക്ലാരിഫൈ ദ ഫൂൾ. രാശികൾ രണ്ടാമത് മാത്രം കൺസിഡർ ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കേണ്ടത് കേട്ടോ. രാശികൾ ഞാൻ ഇതിൽ നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, കൂടുതലായിട്ടും പേരിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. രാശികൾ സെക്കൻഡറി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. കിങ് ഓഫ് വാൻഡ്സ്, ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഡെത്ത്. അവിടെ അവർ എന്താ പറയുക, കുട്ടിത്തം വിട്ടുമാറാത്ത ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അവിടെ ഈ എതിർപ്പ് പറയുന്നത് അവരുടെ മദർ അല്ലെങ്കിൽ മദറിൻ്റെ സ്ഥാനത്തുള്ള ആരെങ്കിലും ആയിരിക്കും കേട്ടോ. അവർക്ക് അവരോട് സ്നേഹം തന്നെയാണ്, അറിയാം, അമ്മയൊക്കെ ആകുമ്പോഴത്തേക്ക് സ്നേഹം തന്നെ ആയിരിക്കുമല്ലോ. അവിടെ അവർ അമ്മയെ സമ്മതിപ്പിച്ചിട്ട് മാത്രമേ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് വരുള്ളൂ എന്ന് തന്നെയാണ്. കാരണം അമ്മ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള ആരോ ആണ്. ഓക്കെ, വൈഫല്ല, അവിടെ മദർ എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവിടെ വളരെ പോസിറ്റീവായിട്ട് ആ അമ്മയോട് ഇവർക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അമ്മയെ വിട്ടിട്ട് അവരൊന്നും ചെയ്യില്ല. ഓക്കെ, അവിടെ എന്ത് തന്നെ സംഭവിച്ചാലും ശരി, അവർ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി എടുത്തു ചാടി ഒന്നും തീരുമാനിക്കില്ല എന്നർത്ഥം. മനസ്സിലായോ? അവർക്ക് ഇപ്പോഴും അമ്മയുടെ അടുത്ത് ആ കുട്ടിത്തരം വിട്ടുമാറാതെ നിൽക്കാനാണ്. അമ്മയോട് ചായവുണ്ട്, അമ്മയുടെ ആ പാമ്പറിങ് ഒക്കെ അനുഭവിക്കാൻ എന്താ പറയുക, ആഗ്രഹമുള്ള ആൾക്കാരാണ് അവർ. അമ്മയുടെ ചെല്ലക്കുട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സൺ. അവിടെ അമ്മയുടെ സമ്മതമില്ലാതെ അവരൊരു പുതിയ തുടക്കത്തിന് ഒരിക്കലും വരില്ല. പക്ഷെ അവർ ശ്രമിക്കും കേട്ടോ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ, സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി. നിങ്ങളും അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള രീതിയിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്കൊരു ന്യൂ ബിഗിനിങ്ങിന് വരുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ അവർ അമ്മയുടെ സമ്മതത്തിന് വെയിറ്റ് ചെയ്യും എന്നുള്ളതാണ്. Clarify page of pentacles. Clarify page of pentacles. Clarify page of pentacles. Clarify page of pentacles. അവിടെ രാശി പറഞ്ഞില്ല അല്ലേ, ഐ എം സോറി. ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി, ഹൈ പ്രീസ്റ്റസ്, പൈസസ്, മീന രാശി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഏരീസ്, മേട രാശി. Clarify page of pentacles. Clarify page of pentacles. Clarify page of pentacles. Magician, the world and 3 of wands. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ലോങ് ഡിസ്റ്റൻസിലാണ്. ഇവർ എബ്രോഡൊക്കെ ആയിരിക്കണം. ഇവരുടെ ഫാമിലി, ഹൂവർ ആ ഫാമിലി എന്ന് പറയുന്ന അവിടെ ആരാണോ അവർ, ആ തേർഡ് പാർട്ടി ഫാമിലി അല്ല, തേർഡ് പാർട്ടി എന്ന് പറയുന്നവർ വേറെ സ്ഥലത്താണ്. നിങ്ങളുടെ പേഴ്സൺ വേറെ സ്ഥലത്താണ് കേട്ടോ.
പക്ഷേ ഇവർ പരസ്പരം ചിന്തിക്കുന്നുണ്ട്, നല്ല ഫീലിങ്സ് തന്നെയാണ് വെച്ച് പുലർത്തുന്ന. ലോങ് ഡിസ്റ്റൻസ് വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടും നിങ്ങളുടെ പ്രസൻസും, കാരണം 3 ഓഫ് വാൻഡ്സ് അവിടെ വരുന്നവിടെ നിങ്ങളുടെ പ്രസൻസും അവിടെ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കുറിച്ചും അവർ ഓർക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണ്, തേർഡ് പാർട്ടിയുടെ പ്രസൻസ് അവിടെ തീർച്ചയായിട്ടും കാണുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ഇവർ തമ്മിൽ മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ തമ്മിലും മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഇവർ രണ്ടും തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇവർ പ്ലാൻ ചെയ്യാണ് ഇതെങ്ങനെ നിങ്ങളുടെ റിലേഷൻ എങ്ങനെ. തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ അവിടെ ഉണ്ട്, അത് പ്രബലമായിട്ട് തന്നെയുണ്ട്. അവരുമായിട്ടും ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു പ്ലാനിങ്ങും ഓവർ തിങ്കിങ്ങുമാണ് അവിടെ കാണുന്നത്. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് ഇവർക്ക് കൊണ്ടുപോകണം. അവരെയും ഇടാൻ വയ്യ ഇവരെയും ഇടാൻ വയ്യ എന്നുള്ളൊരവസ്ഥ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നൊക്കെ ഇവർ ലോങ് ടേമിൽ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തീരുമാനമൊന്നും അവരവിടെ എടുത്തിട്ടില്ല. ഓക്കെ, അവിടെ തേർഡ് പാർട്ടിയുടെ പ്രസൻസും ഉണ്ട്, നിങ്ങളുടെ പ്രസൻസും കാണുന്നുണ്ട്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഇൻ കോണ്ടാക്റ്റ് ആയിരിക്കും കേട്ടോ ഇവർ. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. തേർഡ് പാർട്ടിയുമായിട്ടും ഇൻ കോണ്ടാക്റ്റ് ആണ്, നിങ്ങളുമായിട്ടും ഇൻ കോണ്ടാക്റ്റ് ആണ്, അതാണ് പറഞ്ഞു വന്നത്. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. 10 ഓഫ് പെൻറ്റക്കിൾസ് അവിടെ ഫാമിലി സ്റ്റെബിലിറ്റി ഒക്കെയാണ് നമുക്ക് പറയാറ്. കിങ് ഓഫ് കപ്സ്, 8 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ടെമ്പറൻസ്. അവിടെയും ഫാമിലിക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവിടെ സ്നേഹവും കൂടി ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടതിൽ റെസ്പോൺസിബിലിറ്റി കൂടുതലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവരിത് ഇവിടെ സ്നേഹവും ഉണ്ട് ഫാമിലിയുടെ അടുത്ത് കേട്ടോ. ഫാമിലി അത് ആരും ആയിരിക്കാം, ഫാമിലി തന്നെയാണ് കാണുന്നത്. ഫാമിലി ഇപ്പോൾ പാരൻസ് ആയിരിക്കാം, സ്പൗസ് ആയിരിക്കാം, കുട്ടികളായിരിക്കാം, എങ്ങനെ വേണമെങ്കിൽ ആ ഫാമിലിയോട് ആഭിമുഖ്യം കാണുന്നുണ്ട്. അത് ഒരു ഈക്വൽ ബാലൻസിൽ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത് കേട്ടോ. അവർ ഇവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കുന്നുണ്ട്, എല്ലാവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ സന്തോഷമായിട്ട് ഇരുത്തുന്നുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ അതേസമയം നിങ്ങളോടും സ്നേഹമുണ്ട്. അതൊരു ഈക്വൽ ബാലൻസിൽ അവിടെയും ഡിസ്ട്രപ്റ്റ് ആവാതെ ഇവിടെയും ഡിസ്ട്രപ്റ്റ് ആവാതെ ഒരു ഈക്വൽ ബാലൻസിൽ കൊണ്ടുപോകാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കേട്ടോ. ഇവർ കഴിയുന്നതും അതിന് ശ്രമിക്കും. അവരെ ഇഗ്നോർ ചെയ്യാനും പറ്റില്ല, നിങ്ങളെ അങ്ങ് വിട്ട് കളയാനും പറ്റില്ല എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ട സ്നേഹവും പ്രൊട്ടക്ഷനും എല്ലാം അവരവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളെയും വിട്ട് കളയില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. ടെമ്പറൻസ് ആണ്, ഈക്വൽ ബാലൻസ് ആണ്, ഒരു ശാന്തി സമാധാനത്തോടുകൂടി ഇതെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പുകാർക്ക്. ഞാൻ കാരണം 4 ഗ്രൂപ്പ് വരുന്ന കാരണം കുറച്ച് കാർഡ്സേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഏതൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന അത്രത്തോളം മാത്രം എടുക്കുക. ഓക്കെ, ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം GHIJ തുടങ്ങുന്നതാണ്. അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നാണ് പറഞ്ഞത്. അവരുടെ ഇടയിൽ ഇപ്പോൾ എന്താണ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടിയുടെയും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇടയിൽ ഇപ്പോൾ കറൻ്റ്ലി എന്താണ് സിറ്റുവേഷൻ എന്നൊന്ന് പറഞ്ഞത്. അവരുടെ ഫീലിങ്സ് എന്താണ് എന്ന് പറഞ്ഞത് എടുക്കുകയാണേ. നൈറ്റ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, 7 ഓഫ് സ്വാർഡ്സ്, ടവർ, പേജ് ഓഫ് സ്വാർഡ്സ്, ദ ഫൂൾ, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ ചെയ്ത് തന്നെ പോകാം കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. എടുത്ത് ചാടൽ, ഇമ്പൾസീവ് ആക്ഷൻസ് ഒക്കെയാണ് നമ്മൾ നൈറ്റ് ഓഫ് വാൻഡ്സ്. പ്ലീസ് ക്ലാരിഫൈ നൈറ്റ് ഓഫ് വാൻഡ്സ്. Knight of Swords, okay. The Hierophant, 2 of Pentacles.
ഓക്കെ, അവിടെ ഇമ്പൾസീവായിട്ട് എടുത്തു ചാടി അവരൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം ഹെയറോഫൻറ്റിൻ്റെ കാർഡ് അവിടെ വന്നിരിക്കുന്നു. ഹെയറോഫൻറ്റ് വെച്ചിട്ട് അവർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ബിലീഫ്സ് അതൊക്കെ അവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതൊരു തടസ്സമായിട്ട് കാണും. നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. കാരണം ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. പക്ഷേ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഫാക്ടേഴ്സിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഇവർ ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആ തേർഡ് പാർട്ടിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇടയ്ക്ക് ഒരു എടുത്തുചാട്ടം, വഴക്ക്, ദേഷ്യപ്പെടൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവർ പുറമേക്ക് വരുമ്പോഴേക്ക് അവർ വളരെ നല്ല ഒരു കപ്പിളായിട്ട് തന്നെ ഭാവിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട് കേട്ടോ. 2 ഓഫ് പെൻറ്റക്കിൾസ് കാരണം ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. പക്ഷെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് ആവട്ടെ, റിലീജിയസ് ബിലീഫ്സ് ആവട്ടെ, ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ആ റിലേഷനിൽ നിന്നും പുറത്ത് കടക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ പെൻറ്റക്കിൾസ് വെച്ചൊക്കെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഇടവം മെയിനായിട്ട് നൈറ്റ് ഓഫ് സ്പോർട്സും ഉണ്ട്. സ്പോർട്സ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. 9 of wands, the devil and the hermit. അവിടെയും അവരുടെ റിലേഷൻഷിപ്പിൽ എടുത്തുചാട്ട, വഴക്ക് അങ്ങനെയൊക്കെ കാണേണ്ട ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്, നെഗറ്റീവ് ഫീലിങ്സ് ആണ് രണ്ടുപേർക്കും തന്നെ. പരസ്പരം അവരുടെ റിലേഷനിലൊരു തടസ്സം, ഒരു വേലി വന്നിരിക്കുന്ന പോലെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലൊക്കെയാണ്. രണ്ടുപേരും തന്നെ ആക്ച്വലി നിങ്ങളുടെ തേർഡ് പാർട്ടിയും അതെ, ഇവരും അതെ, രണ്ടുപേരും തന്നെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലൊക്കെയാണ്. പരസ്പരം ഒരു ബൗണ്ടറി വെച്ചിട്ട് ഒരു വേലി കെട്ടിയിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പോലെയാണ്. അവർ ഒരുമിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒരു വേലി കെട്ടി മാറി നിൽക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് രണ്ട് സൈഡിലും തന്നെ എന്നാണ് അവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ അവിടെ വലിയൊരു ഹാപ്പിനെസ് രണ്ടുപേരുടെ ഇടയിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് കാപ്രിക്കോൺ, മകരരാശി, ഹെർമിറ്റ്, കന്നി, വിർഗോ രാശി, അതേപോലെ 9 ഓഫ് വാൻഡ്സ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അവരിങ്ങനെ വളരെ കോൾഡായിട്ട് ബിഹേവ് ചെയ്യാൻ പറയില്ല. ഇടയ്ക്ക് ഒരു എടുത്തുചാട്ടം ഉണ്ടാവും, ഒരു ഇമ്പൾസീവ് വഴക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഇവർ വളരെ ശാന്തമായിട്ട് രണ്ടുപേരും അവരവരുടെ കാര്യം നോക്കിയിട്ട് ഇരിക്കുന്നു എന്നുള്ള രീതിയാണ് കേട്ടോ. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. പക്ഷേ എടുത്ത് ചാടി അവിടെ ഒരു തീരുമാനം എടുക്കൂല്ല. ലൈക്ക് ഒരു സെപ്പറേഷൻ എന്നൊന്നും പറഞ്ഞ് എടുത്ത് ചാടി അവർ തീരുമാനിക്കില്ല. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 7 ഓഫ് വാൻഡ്സ്. 9 ഓഫ് പെൻറ്റക്കിൾസ്, Ace of Wands, ഓക്കെ, ആൻഡ് കിങ് ഓഫ് കപ്സ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവർ കുറച്ച് സെൽഫിഷായിട്ട് ആക്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം സ്വന്തം കാര്യത്തിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് വളരെ സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടാവും, പുറമേക്ക് പ്രകടിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. കുറച്ച് സെൽഫിഷായിട്ട് അവരുടെ പ്രൊട്ടക്ഷൻ നോക്കി, സ്വന്തം പ്രൊട്ടക്ഷൻ നോക്കിയിട്ട് സ്വയം സേഫ് ആവുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ബാലൻസിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. ഇവർ പലതും ഇവരുടെ തേർഡ് പാർട്ടിയുടെ അടുത്ത് മറയ്ക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കാര്യമൊന്നും അവർ പറഞ്ഞു കാണില്ല. ഇവരുടെ അടുത്ത് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ടാവും, പുറമേക്ക് വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നുണ്ട്, പൈസയൊക്കെ കൊടുക്കുന്നുണ്ടാവും, സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ട്, നിങ്ങളുടെ കാര്യം മറച്ചു പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവിടെ രമ്യതയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ള രീതിയിൽ അവിടെ സോഫ്റ്റായിട്ട് തന്നെ പെരുമാറുന്നുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഉണ്ട് താനും. അത് അവിടെ ഒരു ചീറ്റിംഗ് എനർജി, അവരെ ചീറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. അതായത് തേർഡ് പാർട്ടിയോട് ചീറ്റിംഗ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ പ്രകടിപ്പിക്കുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, എല്ലാ രാശിയും ഉണ്ട് അവിടെ. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, എല്ലാ രാശിയും തന്നെ വന്നു. ക്ലാരിഫൈ ദ ടവർ.
Clarify the Tower. Clarify the Tower. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ. എന്തെങ്കിലും നെഗറ്റീവ് വന്നു എന്ന് വെച്ചാൽ ഉടനെ വിഷമിച്ച് കരഞ്ഞ് അങ്ങനെയൊന്നും മനസ്സ് വിഷമിച്ച് ഒന്നും ചെയ്യരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇതൊരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ. ടവർ വരുന്നവിടെ സോറി, കാർഡ് കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. Page of Pentacles, Two of Wands and Ten of Swords. അവിടെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് ഇവരുടെ ഇടയിൽ കാണുന്ന. മെസ്സേജസ് ഒന്നും ഇല്ല എന്ന് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടലി ബ്ലോക്ക്ഡ് ആയിട്ട് ഇവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. ടു ഓഫ് വാൻഡ്സ് വെച്ച് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ ആ തേർഡ് പാർട്ടിയും തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ടോട്ടലായിട്ട് ബ്ലോക്ക് ആയിരിക്കുകയാണെന്ന് തന്നെയാണ് കാണുന്നത്. രണ്ടുപേരുടെയും ഇടയിൽ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ നിലനിൽക്കുന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അവിടെ ടോട്ടൽ ടവർ മൂവ്മെൻ്റ് ആണ്. ഇവർ സെപ്പറേറ്റഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും ടോട്ടലി സെപ്പറേറ്റഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടൻ, ചിങ്ങന്തനു, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാ, മിഥുനം, കുംഭം, അത്രയുണ്ട്. ഓക്കെ, ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. Clarify page of swords. Clarify page of swords. Clarify page of swords. വീണ്ടും പേജ് ഓഫ് സോർട്സിന് പേജ് ഓഫ് സോർട്സ് തന്നെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. ക്വീൻ ഓഫ് സ്വാർഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ടവർ. ഇത് ഇവരുടെ ഇടയിൽ വാക്ക് തർക്കം, മിസ്അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി വളരെ കൺട്രോളിങ് ആയിട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇവർ ടോട്ടലായിട്ട് കട്ട് ഓഫ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് ഓവർ തിങ്കിങ്ങിൽ കൂടെ ഇവർ കടന്നുപോയിക്കൊണ്ട്, അതായത് ഇവരെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാക്കും. നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് സ്ട്രെസ്സാക്കാറുണ്ട്. ഇവർ തമ്മിൽ വഴക്കായിട്ട് ഒരു ടവർ മൂവ്മെൻറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർ ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിൽ പോലും തമ്മിൽ സംസാരമൊക്കെ വളരെ കുറവായിട്ടാണ് കാണുന്നത്. സംസാരിച്ചാൽ തന്നെ കമ്മ്യൂണിക്കേഷൻ വഴക്കിൽ കലാശിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ വളരെ കൺട്രോളിങ് ആയിട്ടൊരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, അവിടെ സ്വാർട്സ് കൂടുതലും സ്വാർട്സാണ്, എല്ലാം സ്വാർട്സാണ്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാ, മിഥുനം, കുംഭം. ആദ്യം നിങ്ങളുടെ പേഴ്സൻ്റെ ആൽഫബറ്റ്സ് കൺസിഡർ ചെയ്യുക, അതിനുശേഷം മാത്രം രാശികൾ കൺസിഡർ ചെയ്യുക കേട്ടോ. ക്ലാരിഫൈ ദ ഫുൾ. രാശികൾ കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലാരിഫൈ ദ ഫുൾ. ക്ലാരിഫൈ ദ ഫുൾ. Three of Cups, okay, and Queen of Pentacles. അവിടെ നിങ്ങളുടെ പേഴ്സൺ മിക്കവാറും ഒരു സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇവർ ഫൈനാൻഷ്യലി നിങ്ങളുടെ തേർഡ് പേഴ്സണെ ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ ഒന്ന് ഫ്രണ്ട് സോൺ ചെയ്തിരിക്കാനാണ് സാധ്യത ഇവർ പറഞ്ഞിട്ട്. കാരണം ഓബ്വിയസ്ലി നിങ്ങളുടെ പാരൻ്റ് ആയിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട, അവരുടെ പാരൻ്റ് ആയിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യേണ്ടാവുക. അപ്പോൾ അവർ പറയുന്നതിനനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞാണ് തൽക്കാലം ഫ്രണ്ട്ഷിപ്പിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സമയമൊന്നും ആയില്ല, സമയമാവട്ടെ എന്നുള്ള രീതിയിൽ, ജോലിയൊക്കെ ആയിട്ട് നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ നാച്ചുറലി പാരൻസ് പറയും അല്ലേ. അവിടെ അവർ അത് കേട്ടിട്ട് അവരൊന്ന് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. തൽക്കാലം ഒരു ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ടും, അവരുടെ തേർഡ് പേഴ്സൺ അത് പാരൻ്റ് ആവാനാണ് സാധ്യത, അവരുടെ അടുത്ത് കുറച്ച് വിധേയത്വം കാണിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, കാരണം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അവർ പറയുന്നത് കേട്ട് നിങ്ങളെ ഒന്ന് ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, മേടം, ഏരീസ്. Clarify Four of Pentacles. Clarify Four of Pentacles. Clarify Four of Pentacles. Clarify Four of Pentacles. The Chariot,
Page of Wands and Seven of Pentacles. അവർ കുറച്ച് സേവിങ്സിലൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. കാരണം ഇവർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ജോലിയിൽ കുറച്ച് ശ്രദ്ധിച്ചേ മതിയാകും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അവിടെ അവർ സേവിങ്സിലേക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ, ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, അല്ലാതെ തേർഡ് പാർട്ടി ആയിട്ട് വേറൊരു പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നത്. ഓക്കെ, അവരവിടെ കുറച്ച് സേവിങ്സിലൊക്കെ ശ്രദ്ധിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അത് അവിടെ അങ്ങ് ലോങ് ഡിസ്റ്റൻസും ഉണ്ട്. കാരണം ചാരിയറ്റിൻ്റെ എനർജി വരുമ്പോഴേക്കും ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണും. 7 ഓഫ് പെൻറ്റക്കിൾസും ഒരു ലോങ് ഡിസ്റ്റൻസിൻ്റെ എനർജി തന്നെയാണ് കാണുന്നത്. ഒരു വർക്കിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നതായിട്ട് ആണ് കാണുന്നത്. അവിടെ ആ സിറ്റുവേഷൻ തുടരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല. അത് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇവരുടെ ജോബ് നിങ്ങളുടെ ഇടയിൽ ഒരു തടസ്സമാണ്. യൂണിഫോംഡ് ജോബാണ്, ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നും കാണുന്നു. അപ്പോൾ അവിടെ നിന്ന് ലീവൊക്കെ കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളെ വന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉടനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ലൈക്ക് ചാറ്റിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു ഉറച്ച തീരുമാനം അവരുടെ ഭാഗത്തുനിന്ന് എടുക്കാനുള്ള ഒരു സാഹചര്യം ആയിട്ടില്ല. അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് സേവിങ്സിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് ശ്രദ്ധിച്ചേ മതിയാകും എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അല്ലാതെ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ആയിട്ട് അവിടെ കാണുന്നില്ല. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റിയാണ് അവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നത്. ജോബൊക്കെയാണ് ഒരു തടസ്സമായിട്ട് അവിടെ കാണുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ചാരിയറ്റ്, ക്യാൻസർ, വോൺസ് വന്നിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ്. ആർക്ക് ഇനി അടുത്ത ഗ്രൂപ്പിലേക്ക് പോവാം. ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS ആണ്. തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. അവരുടെ നിലപാട് എന്താണ് തേർഡ് പാർട്ടിയോട് എന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം MNOPQRS ആണ്. തേർഡ് പാർട്ടിയോടുള്ള അവരുടെ ഇപ്പോഴത്തെ നിലപാട്, അവരുടെ ഫീലിങ്സ് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരൂ. Ace of Wands, 6 of Cups, okay, Hermit, 3 of Swords, 7 of Pentacles, Justice. Bottom of the deck വന്നിട്ട് 4 of Pentacles, 4 of Pentacles. ഓക്കെ, ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. ക്ലാരിഫൈ ഏസ് ഓഫ് വോൺസ് എന്തുകൊണ്ടാണ്, എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഫീലിങ്സ്, അവരുടെ തേർഡ് പാർട്ടിക്കായിട്ട് എന്ന് പറയുന്നത്. ജസ്റ്റിസ്, 8 of Swords, നയൻ ഓഫ് വോൺസ്. തടസ്സങ്ങളാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ ഒരു പുതിയ തുടക്കത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒരു കേസാണ്. ജസ്റ്റിസ്, സെപ്പറേഷൻ കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ഒരു പുതിയ തുടക്കം വേണമെങ്കിൽ ആദ്യം അതിനൊരു തീരുമാനമാകണം. അവിടെ ഒരു റെസ്ട്രിക്ഷൻ അവർ ഫീൽ ചെയ്യുന്നു. സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട്, ഓവർ തിങ്കിങ് അനുഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്നറിയാതെ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കേസ് നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് എന്ത് വേണം, ആ കേസിന് ഒരു അന്തിമ തീരുമാനം വേണം അല്ലേ. അതായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെയും നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ ആണ് ഇപ്പോൾ എന്ന് തന്നെയാണ് കാണുന്നത്. ജസ്റ്റിസ്, ലിബ്ര, തുലാരാശി, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം, വീണ്ടും മോൺസ് ആണ്. ക്ലാരിഫൈ 6 of Cups, ക്ലാരിഫൈ 6 of Cups, ക്ലാരിഫൈ 6 of Cups, ക്ലാരിഫൈ 6 of Cups. Knight of Wands, Ace of Cups and King of Cups. Okay,
അവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇവർ ഒരുപാട് കാലമായിട്ട് ഒരുമിച്ച് ഉള്ളവരാണ്, പരസ്പര സ്നേഹമുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. ലോങ് ടേം മാരേജ് ആയിരിക്കണം, ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കണം. മാരേജ് എന്ന് തന്നെ ഞാൻ പറയുന്നില്ല, ഒരുപാട് കാലമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. അവിടെ എന്താണ്, അവിടെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അവിടെ വളരെ സ്നേഹമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഒരുമിച്ച് ഒരുപാട് ഓർമ്മകൾ എല്ലാം ഉണ്ട്. ഇവിടെ നിങ്ങളോടുള്ള ജെനുവിനിറ്റി എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ എന്താണ് വോൺസ്, ഏരീസ്, ലീവ്, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. മെയിനായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ഫോക്കസ് ചെയ്യുക. രാശി കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ക്ലാരിഫൈ ദ ഹെർമിറ്റ്. ഒരൊറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഹെർമിറ്റ്, 5 ഓഫ് കപ്സ്, ടെമ്പറൻസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഇവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇവരെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് നിങ്ങളുടെ തേർഡ് പാർട്ടി. അതുകൊണ്ട് തന്നെ അതൊരു ബാലൻസിൽ കൊണ്ടുപോയാൽ, ആ റിലേഷൻ ഒരു ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ചോയ്സ് മാത്രമേ ഇവർക്കുള്ളൂ കേട്ടോ. അവിടെ ഉപേക്ഷിച്ച് വരാനൊന്നും പറ്റില്ല. എന്ത് തന്നെ ആയാലും ഇവർ റെസ്പോൺസിബിലിറ്റീസ് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബാലൻസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങും സ്ട്രെസ്സും നിങ്ങളെ മിസ് ചെയ്യുന്ന എനർജിയും എല്ലാമാണ് അവിടെ കാണുന്നത്. അവർക്ക് തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് പോരാനൊന്നും പറ്റില്ല. കാരണം ഫൈനാൻഷ്യലി അവർ ഇവരെ ഡിപ്പെൻഡൻ്റ് ആണ് കേട്ടോ. ഇവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ഏറ്റെടുത്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇവരൊരു ബാലൻസിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അവിടെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഹെർമിറ്റ് വെച്ചിട്ട് കന്നി, വിർഗോ രാശി, ടെമ്പറൻസ്, സാജിറ്റേറിയസ്, ധനു രാശി, കപ്സ്, ടോറസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. പെൻറ്റക്കിൾസ് കൊണ്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ കേട്ടോ. ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ 3 of swords. Clarify 3 of swords. Clear all the energies, divine. Clarify 3 of swords. Hermit, Devil and Ace of Swords. അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരു മെൻ്റൽ ക്ലാരിറ്റി, അവരുടെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷനിൽ അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇവർ തമ്മിൽ ഒരു നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്ങിലാണ് എപ്പോഴും. ഇവർക്ക് ഇവരുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണ് തേർഡ് പാർട്ടിയുമായിട്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ ഒരു സെപ്പറേഷൻ, ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ വരുന്നതായിട്ടാണ് കാണുന്നത്. പരസ്പരം ഒരു കംപ്ലീറ്റ് നെഗറ്റീവ് ഫീലിംഗ് വെച്ച് പുലർത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും സെപ്പറേറ്റഡ് ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. ഡെവിൾ വെച്ചിട്ട് കാപ്രിക്കോൺ, മകര രാശി, ഹെർമിറ്റ്, കന്നി, വിർഗോ, സ്വാട്സ്, പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ 7 of Pentacles. The World, Lovers, Page of Cups. അവിടെയും ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്, എബ്രോഡൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സ്നേഹമുണ്ട്, പറയത്തക്ക പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് പൈസയൊക്കെ അയക്കുന്നുണ്ടാവും. ഒരു പ്രൊട്ടക്ഷൻ അവർ നല്ലപോലെ തന്നെ, സ്നേഹവും പ്രൊട്ടക്ഷനും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആണ്, എബ്രോഡ് ആയിരിക്കാം എന്നൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അവിടെ അവർ തമ്മിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇവിടെയും നിങ്ങളോടുള്ള ജെനുവിനിറ്റി എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ജെമിനി, മിഥുന രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ ജസ്റ്റിസ്.
Clarify justice. Clarify justice. Clarify justice. Knight of Swords, Death and Knight of Pentacles. നേരത്തെ റീഡിങ്ങിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു സെപ്പറേഷൻ കേസ് ഉണ്ട്, ഒരു കേസ് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തീരുമാനമായതിനു ശേഷം മാത്രമേ നിങ്ങളുടെ കാര്യത്തിൽ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ അവർക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ തേർഡ് പേഴ്സണുമായിട്ട് അവരുടെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കാരണം സെപ്പറേറ്റഡ് ആണ്, കേസ് അവിടെ നടക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് കാണുന്നത്. ഇതിനൊരു തീരുമാനം ആയതിനു ശേഷമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിൽ ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ലിബ്ര, തുല രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി. പിന്നെ സ്വാട്സ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം. Clarify 4 of Pentacles. Clarify 4 of Pentacles. Clarify 4 of Pentacles. Why is 4 of Pentacles here? 4 of Cups. Ant-Man and the Moon. അവരുടെ ഫീലിങ്സ് മനസ്സിൽ അടക്കി പിടിച്ച് വല്ലാതെ ഒരു സിറ്റുവേഷനിൽ സങ്കടപ്പെട്ടും മിസ്സിങ് എനർജിയിലും സ്റ്റക്ക് സിറ്റുവേഷനിലും ഒക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ആ സിറ്റുവേഷനിലിരിക്കുന്നത്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ജോലി, കരിയറാണ് ഇഷ്യൂ കേട്ടോ. അവിടെ തേർഡ് പേഴ്സണിനെ ഇവർ സേവിങ്സിലൊക്കെ ഇവർക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഓക്കെ, മിസ്സിങ് എനർജിയാണ് നിങ്ങളുടെ അടുത്ത് കാണുന്നത് കേട്ടോ. അവിടെ അവർ ഇത് മിക്കവാറും അവരുടെ പാരൻ്റ് ആവാൻ തന്നെയാണ് സാധ്യത. അവിടെ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അവർ പറയുന്ന പോലെയല്ലേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജോലിയൊക്കെ ആവട്ടെ എന്ന് പാരൻസ് പറഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മിസ്സിങ് എനർജിയിലാണ്. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പുതിയ തുടക്കം ആയിട്ടില്ല. പക്ഷേ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് പുതിയ തുടക്കം കിട്ടും എന്നുള്ള ഹോപ്പിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. സേവിങ്സിലൊക്കെ കുറച്ച് ഒരു ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇവരുടെ ഫീലിങ്സ് അവർ മനസ്സിൽ അടക്കി പിടിക്കുന്നതായിട്ട് കാണുന്നു. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, സ്റ്റക്ക് ഫീലിംഗ്, മിസ്സിങ് എനർജിയൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ. പക്ഷെ അവർക്ക് അവിടെ തൽക്കാലം അവരുടെ പാരൻ്റ് പറയുന്നത് കേട്ടേ മതിയാകൂ. കാരണം അവിടെ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടില്ല. ജോലിയുടെ കാര്യത്തിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മൂൺ വെച്ചിട്ട് പൈസസ്, മീനരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഹാൻഡ് മാൻ വെച്ചിട്ട് പൈസസ്, മീനരാശി. ഓക്കെ, ഇനി ലാസ്റ്റ് ഗ്രൂപ്പിലേക്ക് നമുക്ക് പോകാം. ഈ ലാസ്റ്റ് ഗ്രൂപ്പ് TUVWXYZ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേരിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ ആണ്. ഡിവൈൻ, അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടിയോടുള്ളവരുടെ ഇപ്പോഴത്തെ നിലപാട്, ഫീലിങ്സ് എന്താണെന്നാണ് പറഞ്ഞത്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. അവരോടുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നിലപാട്, ഫീലിങ്സ് ഒക്കെ എന്താണ് എന്നൊന്ന് പറഞ്ഞത്. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം TUVWXYZ. Six of Wands, the Tower, Ten of Swords, Seven of Pentacles, Three of Pentacles, Wheel of Fortune, bottom vannittu Four of Cups. Clarify Six of Wands. Clarify Six of Wands.
Ace of Swords, Temperance, Three of Pentacles. ഓക്കെ, അവിടെ നിങ്ങളുമായിട്ടുള്ളതും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, രണ്ട് റിലേഷൻഷിപ്പും തന്നെ ഒരു ഈക്വൽ ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അവർ പൂർണ്ണമായും നിങ്ങളുടെ തേർഡ് പാർട്ടി ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. കാരണം അവർക്കൊരു റിയാലിറ്റി ചെക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ തേർഡ് പാർട്ടി അവരെ ഡിപ്പെൻഡൻ്റ് ആണ് പല കാര്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ അവർ പാടങ്ങ് ഉപേക്ഷിച്ച് വരാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളൊരു മെൻ്റൽ ക്ലാരിറ്റി അവർക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും തന്നെ റിലേഷൻഷിപ്പ് അവിടെ ആയാലും ഇവിടെ ആയാലും ഒരു ബാലൻസിൽ കൊണ്ടുപോകണം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഓക്കെ, അവിടെ നോർമൽ റിലേഷൻഷിപ്പാണ്. അവരുടെ പ്രസൻസ് നിങ്ങളുടെ ഇടയിലും കാണുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ അവർ വളരെ കറക്റ്റായിട്ട് അവിടെ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, സാജിറ്റേറിയസ്, ധനു രാശി, ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നിങ്ങളുടെ പേഴ്സൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ആദ്യം കൺസിഡർ ചെയ്യുക. അതിനുശേഷം മാത്രം രാശി കൺസിഡർ ചെയ്താൽ മതി. രാശി കൺസിഡർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലാരിഫൈ ദ ടവർ, ക്ലാരിഫൈ ദ ടവർ. Clarify the tower. King of Pentacles, Four of Cups and the Hanged Man. അവിടെ ഇവരുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇവരുടെ തേർഡ് പാർട്ടി ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ എപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് അവർക്ക്. ഹാങ്ഡ് ആയിട്ട് അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നു. കാരണം നിങ്ങളുടെ തേർഡ് പാർട്ടി അവരെ ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ഒരുപാട് ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അവർ ജോലിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സമ്പാദ്യം ഇവരുടെ കൂടെ ഷെയർ ചെയ്തേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവിടെ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവിടെ നിന്ന് അങ്ങ് പാടെ ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പൈസസ്, മീനരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ 10 of Swords, ക്ലാരിഫൈ 10 of Swords, ക്ലാരിഫൈ 10 of Swords. ഇവിടെ തടസ്സം, വേദന അങ്ങനെയൊക്കെയാണ് കാണുന്നത്. 8 of Cups, മൂവിങ് അവേ ആണ് കാണുന്നത്. ഓക്കെ, 4 of Pentacles and 6 of Swords. അവിടെ മൂവിങ് അവേ ആണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഫൈനാൻഷ്യലി ഇവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അങ്ങനെ വളരെ ഇമോഷണലി ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും അവിടെ കാണുന്നില്ല കേട്ടോ. ഇവർ രണ്ടുപേരും തന്നെ ഡിസ്റ്റൻസിൽ ഇരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടീൻ്റെ ഇടയിൽ എന്ന് കാണേണ്ട. അത്യാവശ്യം പൈസ കൊടുത്ത് ഇവരെ സഹായിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇമോഷണലി രണ്ടുപേരും ഒന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടും സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടും വേദന അനുഭവിക്കുന്നതായിട്ടുമാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ ഒരു സ്നേഹത്തിൻ്റെ പ്രസൻസ് ഒന്നും കാണുന്നില്ല. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജംന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ക്ലാരിഫൈ 7 of Pentacles, ക്ലാരിഫൈ 7 of Pentacles, ക്ലാരിഫൈ 7 of Pentacles. അവിടെ കൂടുതലും ഈ ഗ്രൂപ്പുകാർ ഫൈനാൻഷ്യലി നിങ്ങളുടെ തേർഡ് പേഴ്സണെ സഹായിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. Knight of Pentacles, 2 of Pentacles and 10 of Wands. ഇവരും തന്നെ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഇവിടെ കാണുന്നുണ്ട്. കാരണം 2 of Pentaclesൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ തേർഡ് പേഴ്സണുമായിട്ട് ഇവരുടെ എനർജി വളരെ ലോ ആയിട്ടാണ് കാണുന്നത്. ഇവർ 2 സ്ഥലത്താണ് ഇരിക്കുന്നത്. പക്ഷേ ജോലി ചെയ്ത് കിട്ടുന്ന പണം അവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. അവരുടെ റെസ്പോൺസിബിലിറ്റി ഇവർ എടുക്കുന്നുണ്ട്. പക്ഷേ ലോങ് ഡിസ്റ്റൻസിൽ വേറെ വേറെ വീട്ടിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. പക്ഷേ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ കാണുന്നു കേട്ടോ. കൂടുതലും പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഈ ഒരു ഗ്രൂപ്പിൽ മേലെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അടുത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നില്ല ഈ ഗ്രൂപ്പുകാരും. അവർ കുറച്ച് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, വേറെ വേറെ സ്ഥലത്ത് ഇരിക്കുകയാണ്. പക്ഷേ ഫൈനാൻഷ്യൽ ഹെൽപ്പ് അവർക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം,
ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു. അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ മിസ്സിംഗ് ആണ്. ഇതിൽ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നുണ്ടെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവിടെ കുറവായിട്ടാണ് കാണുന്നത്. 3 ഓഫ് പെൻഡക്കിൾസ്, വീണ്ടും പെൻഡക്കിൾസ്. 3 ഓഫ് പെൻഡക്കിൾസ്, ക്ലാരിഫൈ 3 ഓഫ് പെൻഡക്കിൾസ്. Three of Cups, Strength and 8 of Wands. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട്. ഒരു ഫ്രണ്ട്ലി ബേസിസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പുറമേക്ക് ഇവർ വളരെ നല്ല റിലേഷനിലാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത്. കാര്യങ്ങൾ അവരവിടെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ വഴക്ക് ഒന്നുമില്ല, വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടും ആയിരിക്കാം കേട്ടോ. ഫ്രണ്ട് ഇടപെടുന്നതും ആയിരിക്കാം. അവിടെ ഇവർ കുറച്ച് ടാക്ട്ഫുള്ളായിട്ട് അവരുടെ ഫ്രണ്ടിനെ ഡീൽ ചെയ്ത് സംസാരിച്ച് ഇങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും അവരെ ഇടപെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്കറിയാം എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സിൻ്റെ സ്ഥാനത്തിരിക്കട്ടെ എന്നുള്ള രീതിയിൽ വളരെ ക്ഷമാപൂർവം മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, കമ്മ്യൂണിക്കേഷനിലുണ്ട്, ഇവർ തമ്മിൽ സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും തേർഡ് പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഒരാളും ആയിരിക്കാം. അങ്ങനെയും അവിടെ കാണുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളുടെ പേഴ്സൺ വളരെ കെയർഫുള്ളായിട്ടാണ്, വളരെ സൂക്ഷിച്ചാണ് ഈ പേഴ്സണെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവിടെ ഇവരെ സംസാരിച്ച് വഴിക്ക് കൊണ്ടുവരാൻ നിങ്ങളുടെ പേഴ്സൺ അറിയാം എന്ന് തന്നെയാണ് കാണുന്നത്. സ്ട്രെങ്ത് ലിയോ ചിങ്ങരാശി, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം and Aries, Leo, Sagittarius, Madam, Chingam, Dhanu. Clarify Wheel of Fortune. Clarify Wheel of Fortune. Clarify Wheel of Fortune. Eight of Swords, King of Swords, King of Cups. അവിടെ ഈ പറഞ്ഞതുപോലെ കുറച്ച് റെസ്ട്രിക്ഷൻസ് അവർ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വഴക്ക് ഒക്കെ തൽക്കാലം ഒരു ഈഗോ ഇഷ്യൂവിൽ കൂടെയൊക്കെ നിങ്ങളുടെ പേഴ്സണും അവരുടെ തേർഡ് പേഴ്സണും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട്. ഓക്കെ, അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ വിചാരിക്കേണ്ട ഈ സമയം മാറി വരും, എല്ലാം ശരിയാകും, എന്നിട്ട് ഇവർ തമ്മിലൊരു സ്നേഹം വീണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ, നിങ്ങളുടെ തേർഡ് പേഴ്സൺ. ഓക്കെ, ഇവർ തമ്മിലൊരു വാക്ക് തർക്കം, ആർഗ്യുമെൻറ്റ്, ഈഗോ ഇഷ്യൂ അങ്ങനെ എല്ലാം കാണുന്നുണ്ട്. അതൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഇവരെ നിർത്തുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കേണ്ട ഈ സമയം മാറി വരും, വീണ്ടും ഒരു സ്നേഹബന്ധത്തിലേക്ക് അവരുടെ റിലേഷൻ എത്തും എന്നുള്ള രീതിയിൽ നിങ്ങളുടെ തേർഡ് പേഴ്സൺ വിചാരിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ എല്ലാ രാശിയും തന്നെ അതിൽ വരും ആക്ച്വലി. Clarify 4 of Cups. Clarify 4 of Cups. Clarify 4 of Cups. Magician, Empress and the World. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലാണ്. ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. നിങ്ങളുടെ പേഴ്സൺ അവരെ മിസ് ചെയ്യുന്നുണ്ട്, തേർഡ് പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവരോട് അട്രാക്റ്റഡുമാണ്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണുമായിട്ടും തിരിച്ചും അട്രാക്റ്റഡുമാണെന്ന് കാണുന്നു. ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് കാണുന്നു. ഇവർ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസിലായിട്ടാണ് കാണുന്നത്. അവിടെ മിസ്സിങ് എനർജിയാണ് കാണുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിക്ക് അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് അങ്ങനെ വലിയ പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഇല്ല. ലോങ് ഡിസ്റ്റൻസ് മാത്രമാണ് അവിടെ പ്രശ്നമായിട്ട് കാണുന്നത്. മിസ്സിങ് എനർജിയാണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. അല്ലാതെ മനസ്താപമൊന്നുമല്ല. അവിടെ വളരെ സ്നേഹത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ലവ് അഫെയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് മാരീഡ് അല്ല, നിങ്ങളുടെ പേഴ്സണും മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ആ ഒരു കമ്മിറ്റഡ് തേർഡ് പേഴ്സൺ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്?
ഇത് നിങ്ങളുടെ സ്പൗസ് അല്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, അവർ ഇഷ്ടം നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് അവിടെ വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇടവം ടോറസ് ഏറ്റവും കൂടുതലായിട്ട്, പിന്നെ വോൺസ്, കപ്സ് ആണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. കുറച്ച് കാർഡ്സേ ഞാൻ എടുത്തോളൂ, ഇല്ലെങ്കിൽ റീഡിങ് ഒരുപാട് ലോങ് ആയി പോകും കേട്ടോ. അപ്പോൾ ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആയോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഇത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവും. ആരുടെയൊക്കെയാണ് കണക്റ്റ് ആയിരിക്കുന്നത് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വേറെയും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, 11 പോർട്ടലിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ ഞാൻ ഇന്ന് രണ്ടാമതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും കൂടെ പോയി കണ്ടോളൂ കേട്ടോ. ചെയ്യാൻ എന്തെങ്കിലും പ്രിപ്പറേഷൻ, എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് നോക്കി വെച്ചോളൂ. എന്തെങ്കിലും ഓർഡർ ചെയ്യുകയോ വാങ്ങിക്കാനോ ഉണ്ടെങ്കിൽ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, 11th നവംബറിന് അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും എന്നുള്ള ഒരു ഹോപ്പ് കയ്യിൽ വെച്ചിട്ട് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. എല്ലാവരും എന്താ പറയുക, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.